ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. ഇതെല്ലാം എൻ്റെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ ഫ്ലാറ്റ് കുത്തിപ്പൊളിക്കുന്നതല്ലേ അവന്റെ ജോലി. ആൻഡ്രിയ, നീ പോലീസിനെ വിളിക്കേ. പ്ലീസ്. ഹലോ, പോലീസൊന്നും വിളിക്കല്ലേ. ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. എന്താന്ന്? എടി മനസ്സിലായില്ലേ നിനക്ക്? CID. താൻ CID ആണോ? അതെ. CID മൂസ? മൂസയല്ല, സമോസ. എന്നെ കളിയാക്കരുത്. ഞാൻ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ ഐഡന്റിറ്റി കാർഡ് പോക്കറ്റിലുണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വേണമല്ലോ. പ്രേതം പോയേ? ഇല്ലല്ലോ. ഇവിടെ അല്ല, താഴെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ. ആൻഡ്രിയ, നീ ചെക്ക് ചെയ്യേ. നോയിക്കോ. അടങ്ങിയിരിക്കുക. അനങ്ങരുത്. എന്തായി കാണിക്കുന്നത്? ID കാർഡ് എവിടെ? പോക്കറ്റില്. വിളിക്കാതടോ. CID കിക്ലി വേണ്ട. ഹോക്സായി. ഹലോ, ഹോക്സായി. ഇത് ഡിറ്റക്റ്റീവ് ഏജൻസി ആണോ? യെസ്. ഇതാരാണ്? സോറി. എന്തോ? സോറി. ഒരിക്കൽ നാട്ടിൽ പോകുമ്പോ ഞാൻ കൂടെ വരാം. തന്റെ നാടൊക്കെ ഒന്ന് കാണാലോ. ഷുവർ. ദാ അർജുന്റെ പുതിയ അസൈൻമെന്റ്. മാഡം, ഇത് എന്താ പരിചയമുണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ ആസ് ഏർലി ആസ് പോസിബിൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ? ഒരു സ്കൂൾ ടീച്ചറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത് ആരായിരിക്കും? ഇൻഷുറൻസ്? അർജുൻ അത് അന്വേഷിക്കേണ്ട കാര്യമല്ല. ദാറ്റ്സ് കമ്പനീസ് റൂൾ. ഓക്കെ മാം. ആൻഡ്രിയ. ഹലോ, CID അർജുൻ റാം. വണക്കം. AR റഹ്മാന് പാട്ട് കേൾപ്പിക്കാൻ പോയിട്ട് എന്തായി? എന്താവൻ സെക്യൂരിറ്റി കയറ്റി വിടണ്ടേ? പിന്നെ ലാലേട്ട മനസ്സിൽ ധ്യാനിച്ച് ഐസ് ക്യൂബ് ഇടാതെ ദർബാർ ഡയറക്ടറിൽ പാട്ടങ്ങോട്ട് പാടി. അയാൾ മലയാളം മറന്നില്ലെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കും. അതേത് പാട്ടാ? ഭരണിപ്പാട്ട്. ഒന്നും നടന്നില്ലെങ്കിൽ സന്തോഷേറിനെ കാണും. അയാളെങ്കിലും എന്റെ കഴിവ് മനസ്സിലാക്കും. ആരെ കാണുന്നു? സന്തോഷ് പണ്ഡിറ്റിനെ. അല്ല പിന്നെ ഇതേതാ മുതല്? എൻ്റെ അടുത്ത ടാർഗറ്റാണ്. കമ്പനി എന്നാ? അതെ. ഇമ്മാതിരി സാധനമൊക്കെ കമ്പനി തരുമെങ്കിൽ നാളെ മുതൽ ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ചേരും. ഇവളാണ് എൻ്റെ തലക്കടിച്ചത്. അപ്പൊ ഒലക്കലാണ് തലക്കടിച്ചത്. ഒലക്കൊണ്ടാണല്ലോ തലക്കടിച്ച്. അപ്പൊ കമ്പനി എനിക്ക് അറിഞ്ഞൊരു പണി തന്നാണ് മോനെ. പപ്പേരനാണോ? ഉമ്മ കിട്ടിയാവോ? അന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇത് എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ടെടുത്താൽ മതി. അവള് ചാടാന്ന് പറഞ്ഞു. എന്നോട് ശരിക്കുള്ള ഫോട്ടോ അയക്കാൻ പറഞ്ഞു. ഞാനിട്ടിരിക്കുന്നത് റോസാപ്പൂ അല്ലേ? നിന്റെ ഫോട്ടോ കണ്ട അവള് ചാടും. എന്റെ ഫോട്ടോ ഒന്നും ഇടാൻ പറ്റില്ല. നിങ്ങളെ ഭാര്യയില്ല, ആണുങ്ങളെ നിഴല് കണ്ടാ ചാടിക്കോളൂ. എന്നാൽ ഇവന്റെ ഒരു ഫോട്ടോ താ. ഇവനെ കണ്ട ഏത് പെണ്ണും വീഴും. ഒന്നിച്ചിരിക്കണം മോനെ. സൈബർ ക്രൈമാ, അകത്ത് പോവും. എന്നാ വേണ്ട, ആ പട്ടാളക്കാരൻ പുരുഷന്റെ പടം കയ്യിലുണ്ട്. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അയാളിപ്പോ നാട്ടിൽ വരില്ല. പപ്പേട്ടങ്ങൾ മിലിറ്ററി ജയിലിൽ കണ്ടിട്ടുണ്ടോ? അവിടെ ഗോതമ്പുണ്ടിയല്ല, ബോംബാണ് ബോംബ്. എന്റെ ഭാര്യ അത്ര മോശമൊന്നുമല്ല, അതിലും വലിയ ബോംബാ. അയാളൊരു കാര്യം പപ്പേട്ടാ, വേണ്ടാത്ത പണിക്ക് മെനക്കാറുണ്ട് കേട്ടോ. അവളെ ചാടിക്കണടാ. നാട് റോഡ് കൊണ്ടുവന്ന് നാലെണ്ണം പറയണം. ഞാനയക്കും. ആൻഡ്രിയ ചേച്ചി വന്നേ.
പറഞ്ഞതൊക്കെ ഞാൻ ബിഷപ്പ് ഹൗസിൽ അറിയിക്കാം. ഏതായി കുട്ടി? ആൻഡ്രിയ. ഇവിടെ വളർന്ന കുട്ടിയവള്. 2.5 മാസം പ്രായമുള്ളപ്പോ മാർക്കറ്റിലെ കടത്തിന്ന് കിട്ടിയതാ അവളെ. പാവം. നമ്മുടെ സ്കൂളിൽ തന്നെയാ പഠിപ്പിക്കുന്നേ. കിട്ടുന്നത് മുഴുവൻ അവളെ കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കും. അവർക്കില്ലാത്ത സ്വപ്നങ്ങൾ എനിക്കും വേണ്ടെന്ന് അവൾ പറയുന്നേ. മാസത്തിലാണ് ആരും അവളെ വലിച്ചെറിഞ്ഞത്. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ. ആ കുട്ടികൾക്ക് അവളോടുള്ള സ്നേഹം കാണണം. അവർക്ക് വേണ്ടി അവൾ ജീവിക്കുന്നത്. സത്യം പറയും, അനക്കോളോട് പ്രേമ? അവളെന്റെ സബ്ജക്റ്റ് അല്ലേ? ഓഹോ, ഇതിന്റെ ഇടയിൽ കൂടി അതും നടക്കണ്ടില്ലേ? പറയടോ. അങ്ങനെയല്ലടാ. എങ്ങനെയല്ലാന്ന്? ഞങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന പേരാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റുമായിട്ട് യാതൊരുവിധ റിലേഷൻഷിപ്പും പാടില്ല. അതാണ് കമ്പനി റൂൾ. നല്ല കമ്പനി. ഞങ്ങളുടെ നാട്ടിലൊരു നാനോട്ടുണ്ടായിരുന്നു. ആണുങ്ങളെ പെണ്ണുങ്ങളെ വഴിയാതെ നടത്തല മൂപ്പരെ പണി. മൂപ്പർക്ക് ഓഫീസും ഇല്ല, ബോസും ഇല്ല. പക്ഷെ മാമ നാനോട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. മാമയാണെന്നല്ല ഞാൻ പറഞ്ഞു. നാളെ മുതൽ അവളെ ഫോളോ ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. പ്രേമാണെങ്കിൽ അത് പറയും മോനെ. എടാ ഇല്ലാന്ന് പറഞ്ഞില്ല. എനിക്ക് എൻ്റെ ജോലിയാണ് പ്രധാനം. അപ്പം ആ സബ്ജക്റ്റിനോട് എനിക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് പഠിക്കട്ടെ. പരീക്ഷ എഴുതി പാസ്സാവാം. കള്ള എന്റെ മനസ്സിലാൻ വേണ്ടി ഞാൻ നമ്പർ ഇട്ടല്ല മോനെ. അനക്കോളെ അത്രയ്ക്ക് ഇഷ്ട. ഇന്ന് അപ്പിനുമ്പോളോളെ വിടാതെ ഫോളോ ചെയ്യും. ഓക്കെ. ഇത്ര എളുപ്പമല്ല ഈ സി ഡി പണി. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഇത് എത്ര കാലം തുടങ്ങിയിട്ട് പോയി കാണില്ലല്ലോ. ഇതെങ്ങോട്ട് പോയി? പർച്ചേസിന് പോയി കാണോ? എന്താ എന്താ സുഖം അല്ലേ നിങ്ങൾക്കോ? താൻ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ CID-നെയും ഈ അസിസ്റ്റന്റിനെയും ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അസിസ്റ്റന്റോ? സേതുറാമയ്യ കുട്ടിയാണ് അവന്റെ തലക്കടിച്ച്. അതെ. കുറ്റം സമ്മതിച്ചോണ്ട് ഞാൻ കാര്യം തുറന്നു പറയാം. ആ അടിവനെ തലക്കി പിടിച്ച് തലക്ക് ഭ്രാന്തായി. ഇന്നലെ രാത്രി കിടത്തി ഉറക്കിയില്ല. എനിക്കിപ്പം ആൻഡ്രിയെ കാണണം, ഐ ലവ് യു അങ്ങനെ എന്തോ 2 വാക്ക് പറയണമെന്നൊക്കെ പറഞ്ഞോ. ഇപ്പോഴാ ഓർത്ത് ഒരു ലവ് സോങ് കമ്പോസ് ചെയ്യാൻ സമയം. ഓക്കെ ശരി. ഹലോ. ഹലോ, ഒന്ന് നിന്നേ. എന്നോട് തനിക്ക് പ്രേമാണോ? അയ്യോ, അത് വെറുതെ പറഞ്ഞതാ. അപ്പൊ പ്രേമ ഇല്ലേ? അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അപ്പൊ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അവൻ പറയുന്ന പോലെയല്ല. ഇത്ര ധൈര്യമില്ലാത്ത താൻ എന്തിനാടോ CID ആയിട്ട് നടക്കുന്നേ? തന്നെ ഞാൻ അന്നേ തലക്കടിച്ച് കൊല്ലണമായിരുന്നു. പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ആന്റണി ആയാലും അർജുൻ ആയാലും. പാർക്കിലും ബീച്ചിലും കോഫി ഹൗസിലും ആൻഡ്രിക്കൊപ്പം കറങ്ങി നടക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അത് ഞാൻ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി. Who the hell do you think you are? എന്നെ പോലും അതിശയിപ്പിച്ച വേഗത്തില് 1-2 കേസ് ഫയലുകൾ ക്ലോസ് ചെയ്തപ്പോ ഹോക്സൈഡ് ബാക്ക് ബോർഡാന്ന് തോന്നി തനിക്ക്? അതോ എന്റെ നിരീക്ഷകൾക്കപ്പുറം പോകാനുള്ള കഴിവുണ്ടെന്നോ?
ഐ എം സോറി മാം. എനിക്കിവിടെ റോമിയോയുടെ ആവശ്യമില്ല. തന്റെ സേവനം ഇനി ഹോക്സയ്ക്ക് വേണ്ട. ഓൺലി ബിക്കോസ് ഓഫ് മൈ ഇൻട്രസ്റ്റ് ഒരവസരം കൂടി ഞാൻ തരാം. ആൻഡ്രിയയുടെ കേസ് അർജുൻ അന്വേഷിക്കില്ല. ആൻഡ്രിയ ഇനി കാണാനും പാടില്ല. ചരക്കാണ് പോകാൻ പറയടോ. ഈ പ്രേമിക്കണോ എന്നുള്ള ഓളാ തീരുമാനിക്കല്. ഇത് അസൂയ. ഓക്കെന്നെ പ്രേമിക്കാൻ കിട്ടാത്തതിന്റെ അസൂയ. ഓക്ക് അങ്ങനെ ഒരാളെ പ്രേമിക്കണം നിർബന്ധം എന്നെ പ്രേമിക്കാൻ പറയും. അനക്ക് വേണ്ടി ഞാൻ അതിനും തയ്യാറാ. കമ്പനി റൂൾസ് ഞാൻ മറക്കാൻ പാടില്ലായിരുന്നു. ഞാനാണ് ആ നിമിഷ രാജിക്കത്തേത് ചുരുട്ടുകുട്ടിയോളെ മോത്ത് വലിച്ചെറിഞ്ഞ് പോരേനു. അല്ല പിന്നെ എങ്ങനെയുണ്ട പെണ്ണുങ്ങള്. എടാ ഈ ജോലി പോയി കഴിഞ്ഞാൽ വേറെ 1000 ജോലി കിട്ടും. പക്ഷെ ആൻഡ്രിയെ പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടുമോ? കിട്ടൂല. ഈ വാശിക്ക് ഇന്ന് തന്നെ അവളെ കല്യാണം കഴിക്കണം. നാളെ തന്നെ വേറെ ഡിറ്റക്റ്റീവ് കമ്പനി തുടങ്ങണം. മറ്റന്നാൾ എന്നെ അവളെ പൂട്ടിക്കണം. എനിക്കങ്ങോട്ട് വാശി കയറിയിട്ട് പറ്റില്ല. ഞാൻ തിരുത്തണം. തിരുത്തേ പറ്റൂ. ഓഫീസ് നോളാണ് 4 വർത്താനം പറഞ്ഞിട്ട് ബാക്കി കാര്യം. എടാ ആൻഡ്രിയ എടുക്കണ്ട. ഹലോ ആൻഡ്രിയ, നാളെ രാവിലെ 10 മണിക്ക് കോഫി ഷോപ്പ് കാണണമെന്ന് അർജുൻ പറയാൻ പറഞ്ഞു. എന്താ കാര്യം? നിങ്ങളെ ജീവിതത്തിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് അർജുൻ എവിടെ? ഓൻ കുളിക്കുക. ആൻഡ്രിയ വിളിച്ചെന്ത് പറയണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ചാ. അപ്പോൾ ഓക്കെ, നാളെ രാവിലെ 10 മണിക്ക് കോഫി ഷോപ്പിൽ. ഓക്കെ. അങ്ങനെ ആ ബന്ധമൊന്നും കൂടി സ്ട്രോങ് ആയി. നിന്നോട് ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞല്ലേ? എടാ ഈ എത്ര നേരം ജോലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാതിരാത്രി നിന്നെ തട്ടി വിളിച്ചിട്ട് പറയും എനിക്ക് എൻ്റെ ആൻഡ്രിയ മതിയെന്ന്. അത് ഞാനൊന്നും നേരത്തെ പറയുന്നേ ഉള്ളൂ. ആ പപ്പട്ട എന്തായി? ഭാര്യ തിരിച്ചു ചാടിയോ? പിന്നെ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അവള് വന്നു. എന്നിട്ട് നാറ്റിച്ചോ? മെസ്സേജിന്റെ ഭാഷ കണ്ടപ്പോ തന്നെ അവൾക്ക് മനസ്സിലായി ഞാനാണെന്ന്. മാപ്പ് ചോദിക്കാനാ വന്നേ. മാപ്പ് ചോദിക്കാനോ? എന്ത് മാപ്പ്? അവള് ചാടിപ്പോയില്ലേ, അവനൊരു കഞ്ചാവാ. എന്നും അവളെ തല്ലും. കോലം കണ്ട സഹിക്കില്ല. ദേഹം മുഴുവൻ കത്തിവെച്ച് വരഞ്ഞ പാട കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു. സരസു, അവളൊരു പാവം. പപ്പേട്ട, സ്നേഹത്തെക്കുറിച്ച് ആളുകൾ വലിയ വലിയ വാക്കുകൾ പറയും. പക്ഷെ നിങ്ങളത് സിമ്പിളായി കാണിച്ചു തന്നു. എന്നാ ശരി അവിനാഷേ. അങ്ങനെ ഫേസ്ബുക്ക് കൊണ്ടൊരു ഗുണമുണ്ടായി. ഹലോ അർജുൻ, ഞാനിവിടെ എത്തി. ഞാൻ ഇപ്പം എത്തും. ഹലോ, നീ എവിടെയാ? നമുക്ക് നാളെ കാണാം. എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചുപോയി. ഞാൻ അങ്ങോട്ട് പോവാ. ആക്സിഡന്റ് ആയിരുന്നല്ലേ? അതെ, പക്ഷെ എനിക്കെന്തോ നമ്മുടെ തെരുവുകളിൽ നിത്യേന എത്ര ജീവനാ പൊലിയുന്നത്. ഇറ്റ്സ് എ ഫേറ്റ്. ഏതായാലും ഞാൻ ആ ക്ലയന്റിനെ വിളിച്ച് അന്വേഷിക്കാം. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? രാത്രിയിലായിരുന്നു. ആദ്യ ക്ലബിൽ നിന്ന് ഇറങ്ങിയതാ. റോട്ടിലേക്ക് കയറിയപ്പോ ഏതോ വാഹനം പിടിച്ച് തെറിപ്പിച്ചതാ. ഇടിച്ച വണ്ടി നിർത്താതെ പോയി. കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡന്റിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. അതും ക്ലബിന്റെ മുന്നിൽ വെച്ചാ.
എടാ എവിടെയുള്ളത്? നീ ഒന്ന് റെഡിയാവും, നമുക്കൊരു സ്ഥലം വരെ പോകണം. എന്താ? ഞാൻ വിജയുടെ ഫ്രണ്ടാ. വിജയ് എവിടെ ഇല്ലേ? ഫ്രണ്ടോ? എന്നിട്ട് അയാൾ മരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? എപ്പോ? മാസം 1 ആയല്ലോ. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ. കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോയതാ, മലയുടെ മുകളിൽ ഞങ്ങളുടെ താഴേക്ക് വീണു. അമ്മേ, കുഞ്ഞിനെ ഒന്ന് എടുത്തേ. ദാ വരുന്നടി. നീ തിരിഞ്ഞു നോക്കണ്ട, ആരും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സംഭവം ഓഫീസിൽ വിളിച്ച് പറയാം. അതിനു മുമ്പ് ഞാൻ മോണിറ്റർ ചെയ്ത മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയണം. ഹലോ, ആ അണ്ണ മുകളിലുണ്ട്, ഇതായിപ്പോൾ കൊടുക്കാം. മണി, അണ്ണന് ഫോണുണ്ട്. അമീർ, അണ്ണന് ഫോൺ. ഹലോ, ആ വാട്സപ്പ് നോക്ക്. ആ ശരി. ഇവൻ ഈ സിറ്റി തന്നെ ഉണ്ടോ? ഒന്ന് സ്കെച്ച് ചെയ്യണം. എത്രയും പെട്ടെന്ന്. ഓക്കെ. വേഗം വാടാ. തൂക്കണവനെ വേഗം. ഹലോ, അവന് പിന്നെ കൺമുമ്പിലുണ്ട്. അവനെ ബ്ലോക്ക് ചെയ്യും. ഞാൻ ഉടനെ വരാം. ശരി, ഓക്കെ. എന്താ?
നീ എന്താ ഇവിടെ? നിന്നോട് ഞാൻ പറഞ്ഞതല്ല അവളെ അടുത്ത് ഉണ്ടാവണമെന്ന്. ഞാൻ എന്നെ എത്ര നേരം ഫോൺ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തത്? പിന്നെ ആൻഡ്രിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഹോസ്പിറ്റൽ അഡ്മിറ്റാ. നീ വാ. ഏതാ റൂം? സെക്കൻഡ് ഫ്ലോർ 205. ഞാൻ ലിഫ്റ്റിൽ തരാം, കുട്ടി വരണം. അല്ലേ വേണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ചെറിയ എന്താ പറ്റിയേ? പറ്റിയതിന്റെ കാരണം നീയാ. ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചുകൊണ്ടാ റോഡ് ക്രോസ് ചെയ്ത്. ഇടിച്ച വണ്ടി ഏതാണ്? അവരവിടെ? അവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്റെ മിസ്റ്റേക്ക് അല്ലേ? ഇത് വെറും ഒരു ആക്സിഡന്റ് അല്ല, നിന്നെ ആരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ ബെസ്റ്റ്. ഈ ഒരു നിസ്സാര ആക്സിഡന്റിന് നീ നിന്റെ CID പണി തുടങ്ങല്ലേ. ആൻഡ്രിയ, നിനക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഉണ്ട്. ആരാ? നീ അല്ലാതെ ആൻഡ്രിയ, തമാശയല്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, നിന്റെ സ്കൂൾ, കോളേജ്, ഓർഫനേജിൽ ആരെങ്കിലും ശത്രുക്കളായിട്ട്? അതെ അർജുൻ, പ്രേം ഇങ്ങനെ അസ്ഥിക്ക് പിടിച്ചാൽ അതും പ്രശ്നമാണേ. എടോ, അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാ ചോദിക്കുന്നത്. ഇനി നീ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോകണ്ട. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ കൂടെ വന്നോളാം. ഓക്കെ. വേടാ. സാർ ഇതുവരെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വഴി ഒന്ന് ട്രേസ് ഔട്ട് ചെയ്തൂടെ പ്ലീസ്? നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? മരണ മുന്നിൽ വന്ന് കളിക്കുമ്പോൾ അവളുടെ ഒരു എടാ, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആൻഡ്രിയ അറിയണ്ട. മൊത്തം കയ്യിൽ നിന്ന് പോവാണല്ലോ. ഹലോ, വിഷയുടെ ആന്റണിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അയച്ചിട്ടുണ്ട്. ഈ നമ്പറിൽ 3 ദിവസത്തെ ഫുൾ കോൾ റെക്കോർഡ്സ് എനിക്ക് വേണം, എസ്പെഷ്യലി ലേഡീസിന്റെ നമ്പർ. പെട്ടെന്നായിക്കോട്ടെ. ഓക്കെ ഓക്കെ, ശരി വെച്ചോ. This is for you, my sweetheart. ഇതെന്താ സെയിം പ്രസന്റ് വീണ്ടും? ഈ പ്രസന്റ് ഞാൻ നിനക്ക് മുമ്പ് തന്നിരുന്നോ? പിന്നെ ലാസ്റ്റ് ഇയർ. തരും, ഞാൻ തരും, എല്ലാ വർഷവും തരും. നമ്മളെ കണ്ണിന്റെ ഓർമ്മയ്ക്ക്. അതാണ് എന്റെ സ്നേഹം. ഫോൺ ഓഫാ. എന്റെ ഫോൺ എടുക്ക്, പിടിക്ക്. ഹലോ ലളിത. യെസ്. ആ ഫോണൊന്നും ആന്റണി കൊടുത്തേ. ഏത് ആന്റണി? നിന്റെ കൂടെ കിടക്കുന്ന ആന്റണി. കൊടുക്കടി. ഹലോ ഹലോ, ആന്റണി സാർ. ആരാ നീ? ഈ ഫോണിലേക്ക് വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഈ ഫോണിൽ വിളിച്ചാലേ ഇപ്പൊ നിങ്ങളെ കിട്ടുമെന്ന് എനിക്കറിയാം. സർ, അലക്സാണ്ടർ സാർ ഇപ്പൊ വീഡിയോ കോളിൽ വരും. അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അലക്സാണ്ടർ സാറോട് സംസാരിച്ചു. ഹോക്സൈ ഇപ്പോൾ അലക്സാണ്ടർ സാറിൻ്റെ അല്ല. 6 വർഷം മുമ്പ്, ടു ബി എക്സാക്ട് 2011 നവംബറിൽ അലക്സാണ്ടർ സാറ് ഹോക്സൈ വിറ്റു. ഐറിനാണോ അത് വാങ്ങിയത്? No. That's what baffles me. One Mr. Rajaratnam from Thoothukudi. അയാളാണത്ര ഇപ്പോ ഹോക്സൈഡ് ഓണർ. അയാളുടെ ബാക്കി ഡീറ്റെയിൽസും സെയിൽ അഗ്രിമെന്റും ഒക്കെ സാർ ഇപ്പോൾ മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
രാജരത്നം. സാർ നമസ്കാരം. തിരക്കി സാറേ, ആളൊരു പുലിയാണ്. തൂത്തുക്കുടി പോർട്ട് അവൻ്റെ കയ്യിലാണ്. രാഷ്ട്രീയക്കാരും പോലീസുകാരെ അങ്ങോട്ട് വരട്ടണേനമ്മോ. കൊലയ്ക്കും കൊലയ്ക്കും ഒരു കണക്കില്ല. ഇച്ചിരി കട്ടിയാ സാറേ. നോക്കാം. ഞങ്ങൾ കൂട്ടിയ കൂടില്ല സാറേ. നിന്റെയൊക്കെ ആഡംബരം കൊച്ചിയിലും കടവന്ത്രയിലൊക്കെ ഉള്ളല്ലേ. തൂത്തുക്കുടി പോർട്ട് എന്നൊക്കെ കേട്ടാ മണിയും വിറയ്ക്കും. വിട്ട വിട്ട. പോലീസ് വണ്ടിക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ചില ഇടങ്ങളുണ്ട്. അവിടേക്ക് ഇവന്മാർ നുഴഞ്ഞു കയറിക്കോളും. നമ്മുടെ ഈ അണ്ടർ കവർ ഓപ്പറേഷനിൽ ഇതുങ്ങളെ കൂടെ നിർത്തുന്നത് അതുകൊണ്ടാണ്. അപ്പോ നമ്മളിനി നേരെ തൂത്തുക്കുടി. இருங்க ராஜரத்னம் ஐயாவை கொஞ்சம் பார்க்கலாம். முதல்ல வெளில நில்லுங்க சார். பார்க்கலாம், முதல்ல வெளில நில்லுங்க. கேக்குறதுக்கு தான். நீங்க எங்க இருந்து வந்திருக்கீங்க? நாங்க கேரளாவுல இருந்து வந்திருக்கார். இரு இங்கே வெயிட் பண்ணு. டேய் தம்பி சுரேஷ், அண்ணாவை பார்க்க யாரோ கேரளால இருந்து வந்திருக்காங்க. யாருன்னு தெரியாது, கொஞ்சம் சொல்லு. முடிச்சு ஐயா. கேரளா வந்து யாரோ வந்திருக்காங்க ஐயாவை பார்க்கறதுக்கு. கேரளாவா? ஆமாண்ணே, கேரளா. வருஷம் சரிங்கய்யா. யாரு தம்பி இவ்வளவு தூரம் வந்திருக்கீங்க? ഞാനിവിടെ പോർട്ടില് സ്ഥലം മാറ്റം കിട്ടി വന്നതാ. ஓ ஆபீசரா? வழக்கம் போல வந்திருக்கீங்களோ? ആമാങ്ക. ഇത് യാര്? അനുജന, എന്നോട് തമ്പി. ഇവന്റെ ഒരു ജോലിക്കാര്യത്തിനാ സാറിനെ കാണാമോ? என்ன படிச்சிருக்கீங்க தம்பி? சார் MA கிரிமினாலஜி. கிரிமினலா? ക്രിമിനൽ ആവത്ത് കൂടെ പഠിപ്പ് ഇരിക്കാ? അല്ല സാർ, ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില പ്രാക്ടീസസ് ആണ് സാർ. கோர்ட்ல வேலை வேணும்னா இன்னைக்கே சேர்க்கலாம். வேற ஏதாவது வேலை வேணும்னா மினிஸ்டருக்கு ஃபோன் பண்ணி சொல்லலாம். உங்களுக்கு எப்படி? അയ്യോ, ഇവിടെ വേണ്ട, കേരളത്തിൽ മതി. അവിടെ സാറിന് പ്രൈവറ്റ് ഡിഗ്രി വേക്കൻസി ഇല്ലേ? അവിടെ ആകുമ്പോൾ വൈകിട്ട് വീട്ടിൽ പോവുകയും ചെയ്യാം. ഹോക്സായി. ஹாக்ஸையா? தம்பி, നമുക്ക് ഏജൻസി ഓഫീസ് എല്ലാമേ ഇതാണ്. ചേട്ടാ, ഓർമ്മയില്ലാത്തതാ. ഉണ്ടെന്നേ, കേരളത്തിൽ സാറിന്റെ പേരിൽ അങ്ങനെ ഒരു ആഫീസ് ഉണ്ട്. അതിങ്ങനെ എന്തോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് സാറിന്റെ ഒപ്പല്ലയോ? போலீஸா? ஆமாங்க. இவ்வளவு தூரத்துல இருந்து நம்மளை தேடி வந்திருக்காங்க. என்ன விஷயம்னு கேட்டு பாப்போம். சொல்லு தம்பி. ഒറ്റ വിഷയമുള്ളൂ. എന്താണ് നിങ്ങളുടെ കേരള കണക്ഷൻ? കേരള மட்டும் இல்ல, സൗത്ത് ഇന്ത്യ ഫുള്ളാ നമുക്ക് കണക്ഷൻ ഇருக்கு. ഓക്സ എന്ന ഡിറ്റക്റ്റീവ് ഏജൻസി ഈ രാജരത്നത്തിന്റെ പേരിലാണുള്ളത്. അതിനെക്കുറിച്ച് അറിയാനാ ഞങ്ങൾ വന്നത്. என்கிட்ட கேள்வி கேட்க எவனும் இதுக்குள்ள வந்ததில்ல. அப்படி வந்தவ எவனும் உயிரோட திரும்பி போனதா சரித்திரம் இல்ல. உனக்கு என்ன தனியா சொல்லுமா? അനിയ, അപ്പൊ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനാക്കിയിട്ട് വിളിച്ചാൽ മതി. ഞാൻ വണ്ടി കാണും. കണ്ണട വെച്ചേക്കാം, പൊട്ടണ്ട. யோ போலீஸ், ഇരുന്ന് അവൻ പണത്തെ വാരിട്ട് പോ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നടേശ. പൊളിക്ക്.
ഇപ്പൊ യാര് പണത്തെ വാരിയിട്ട് പോണോ? സാർ, ഞങ്ങൾക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്നേ ഇല്ല. ദേ, പക്ഷെ ആ എഗ്രിമെന്റിന്റെ പിന്നിലെ കഥ നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ஒரு 6 வருஷத்துக்கு முன்னாடி ஒரு பெரிய டீல் முடிக்கிறதுக்காக பாதுகாப்புக்காக நான் கேரளா போயிருந்தேன். அது ஒரு கொட்டேஷன். அதுல நான் சாட்சிக்கு மட்டும் தான் போட்டேன். ഡീൽ ആർക്ക് വേണ്ടിയായിരുന്നു? அந்த யாருக்குன்னு ஞாபகம் இல்லை. ஆனா ஒரு பொண்ணு தான் கூட இருந்தா. ഏതാ ബ്രാൻഡ്? ഈവൻ കള്ളുടിക്കൊന്നുമില്ലാന്ന്. എന്തിനാണ്ടാ ഇങ്ങനെ ഒരു ജന്മം? ജിങ്ങട് വന്നേ. ഓൾ എനിക്ക് ചുണ്ടിന്റെ പട അയച്ചു. ആണോ? അടിപൊളി. തിരിച്ചയച്ചില്ലേ? അയച്ചു, പക്ഷെ മറുപടിയില്ല. പെട്ടെന്ന് മറുപടി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വിടരുത്. പൊന്നെ മുത്തേ ചക്കര എന്നൊക്കെ പറഞ്ഞ് അയച്ചോണ്ട് നിൽക്കണം. അയച്ച് നശിപ്പിക്കണം. മനസ്സിലായോ? ഓളായിരിക്കും അതായത് വരാത്തത്. അപ്പൊ ഗുഡ് നൈറ്റ്. ഓൾ ഓൺലൈനിലുണ്ട്. ഉമ്മ വെച്ചിട്ട് തകർക്ക് മോനെ തകർക്ക്. പപ്പേട്ട അപ്പുറത്തെ വീട്ടില. പപ്പേട്ടനെ ഫേസ്ബുക്ക് പഠിപ്പിച്ചേ ഞാനാ. ഇയാൾക്ക് എന്തിനാ കേടാ ഒരു ഉമ്മക്കാരൻ? ഇയാളെ ഭാര്യയ്ക്ക് ഉമ്മ അയച്ചോണ്ടിരിക്കണേ. ഭാര്യയ്ക്കോ? പപ്പേട്ടന്റെ ഭാര്യ ഫേസ്ബുക്ക് വഴി ഒരാളെ പ്രേമിച്ചൊളിച്ചോടി. ഇയാളിപ്പോ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കി തിരിച്ച് പ്രേമിച്ചോണ്ടിരിക്കുക. ഒരു ഫേസ്ബുക്ക് പ്രതികാരം മിക്കവാറും തിരിച്ചു ചാടും. ചാടിക്കഴിഞ്ഞിട്ട് ഇയാളെ കാണുമ്പോഴാണ് ഫുള്ള് കോമഡി. സർ, ഇതാ സാറിന്റെ നെക്സ്റ്റ് അസൈൻമെന്റ്. This is my heart. Thank you, my sweetie. Love you, dear. സാർ, ഈ മോണിറ്ററിംഗ് അല്ലാതെ വേറെ എക്സൈറ്റിംഗ് ആയ കേസ് എന്തെങ്കിലും തരൂ. എക്സൈറ്റ്മെന്റ് ഒക്കെ നല്ലതാ. സമയമാകുമ്പോൾ തന്നെ തേടി ത്രില്ലിംഗ് ആയ ഒരു കേസ് വന്നിരിക്കും. നിയമത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഭയം തോന്നിയിട്ടില്ല. ആത്മാവിന്
ആത്മാവിൻ്റെതായ നിയമങ്ങളാണ്. സ്വാമി തേജോമയ ബ്രഹ്മദത്തി യോഗികൾ അയച്ചതാണ്. നമസ്കാരം സ്വാമി, അകത്തേക്ക് വരൂ. ഓം കൃഷ്ണ ഗോവിന്ദായ ഗോവിജനായ പരായ പരപുരുഷായ പരമാത്മാന്റെ പരകർമ്മ മന്ത്രാഷ്ടാശസ്ത്ര പാപങ്ങളെല്ലാം ഇതിലേറ്റ് പറഞ്ഞോളൂ. മുറികളിലെല്ലാം യന്ത്രം സ്ഥാപിച്ച് തീരാതെ ഈ രക്ഷാകവചത്തിൽ നിന്നും എഴുന്നേൽക്കരുത്. ഓ സ്വാമി. ഇങ്ങോട്ട് നടക്കുമ്പോ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിട്ട് വരാം. സിസ്റ്റേഴ്സ് വണ്ടി കയറിക്കോളോ, അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ വിളിച്ചിട്ട് വരാം. ഇവിടെ എന്തെടുക്കാതെ അർജുന്റെ സാലറി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു മാഡം. നാളെ നാട്ടിൽ വരെ ഒന്ന് പോകണം. ഓക്കെ, അവിടെ കാത്തിരിക്കാൻ തൽക്കാലം അച്ഛൻ മാത്രമേ ഉള്ളൂ. താങ്ക് ഗോഡ്. എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, എന്നാ ഞാൻ പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റ് പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, കള്ളക്കണ്ണുള്ള എൻ കാമുകനോട്, ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. ഗുഡ് മോർണിംഗ് സർ. ചണ്ഡീഗഡിൽ നിന്ന് ലോഡ് എത്തി, വെരിഫൈ ചെയ്തു, എല്ലാം ഓക്കെയാണ്. അവർക്ക് സാറിൻ്റെ സിഗ്നേച്ചർ വേണം. അവരോടൊരു 1 അവർ. ഓക്കെ. ഒരു 1 അവർ കഴിഞ്ഞ് എൻ്റെ ഫ്ലാറ്റിലേക്ക് വരാൻ പറയൂ. ഓക്കെ സർ. സർ, Mr. Dharamveer. Hi. Hi. मैं एंटनी सर का पर्सनल स्टाफ. I'll get the signature for you. Okay. Please wait. Welcome.
आइए आइए आई वॉज वेटिंग फॉर यू बैठिए डॉक्यूमेंट्स पेन सॉरी ओके नो प्रॉब्लम जस्ट ए मिनट नाम क्या है आपका? हरिंदर सिंह. ओ हरिंदर. ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നതാണ് അഭിമാനം. और तू मुझे बुला सकता है मल्लू सिंह.